എൻ്റെ മുമ്പിൽ ഒരു പെൺകുട്ടിയെ കൊണ്ടുവരികയാണ്. ഞാനിപ്പോൾ കൗൺസിലിംഗ് നടത്താറില്ല, ദയവ് ചെയ്ത് ആരും എന്നെ കൗൺസിലിങ്ങിന് വിളിക്കാനും പാടില്ല, അത് ഞാൻ ആമുഖമായിട്ട് പറയാണ്. എന്നാലും വളരെ നിർണിതമായ നല്ലൊരു പിതാവിൻ്റെ മോളെന്ന നിലക്ക് ബാംഗ്ലൂരിൽ പഠിക്കുന്ന, അതും മെഡിക്കലിന് പഠിക്കുന്ന ഒരു കുട്ടിയെ കൊണ്ടുവരികയാണ്. ആ കുട്ടി എൻ്റെ മുമ്പിലിരുന്ന് ഒരുപാട് പൊട്ടിക്കരഞ്ഞു. അവൾ പാരാമെഡിക്കൽ കോഴ്സാണ് ചെയ്യുന്നത്. അവൾ ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ വേണ്ടി പോയതാണ്. ആ പെൺകുട്ടിയെ കൗൺസിലിംഗ് നടത്തുമ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ? ആ കുട്ടി പറഞ്ഞ കാര്യം, സാർ, ഞാൻ ബാംഗ്ലൂരിലാണ് പഠിക്കുന്നത്, ഞങ്ങളുടെ ബോയ് ഫ്രണ്ട്സ്, അങ്ങനെ ഒരു പ്രയോഗമാണല്ലോ പണ്ട് മുതലേ, ബോയ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ ചങ്ക് ബ്രോസ്, ആ ബ്രോസ് ഞങ്ങളെ വിളിച്ചു കാപ്പി കുടിക്കാൻ. അത് ബാംഗ്ലൂരിലെ രീതിയാണ്. ബാംഗ്ലൂർക്ക് എന്തിനു പോകണം? നമ്മൾ കോട്ടക്കലും പുത്തനത്താണിയിൽ എല്ലായിടത്തുള്ള ശൈലി. അപ്പോൾ അത് സ്റ്റുഡൻസ് എല്ലാവരും കൂടി ഒരു കോഫി ഷോപ്പിലേക്ക് കയറുക. മിക്കവാറും എന്താണെന്ന് പറഞ്ഞാൽ ഒരു ലൈം ജ്യൂസ് പറയും, എന്നിട്ട് 2 സ്ട്രോട്ട് കുടിക്കും. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ശൈലി. ആർക്കും ഒരു നാണമില്ല, ഒരു പ്രശ്നമില്ല. നമ്മളിപ്പോൾ കണ്ടതല്ലേ, ഞാനതിനെക്കുറിച്ച് അധികം പറയുന്നില്ല. എക്സെൻട്രിസം ബാധിച്ച ആളുകൾ എന്തൊക്കെയോ മൈക്കിലൂടെ വിളിച്ചു പറയുന്നതിന് പോലും ആയിരക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഒരു കാലമാണ്. എക്സെൻട്രിസം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് സൈക്കോളജിയിൽ. മനുഷ്യന് മാഡ് മൈൻഡ്, ഹയർ മൈൻഡ്, ഇല്യൂമിൻഡ് മൈൻഡ്, ഇൻഡ്യൂഷൻ മൈൻഡ്, ഓവർ മൈൻഡ്, സൂപ്പർ മൈൻഡ്. സൈക്കോളജിസ്റ്റുകളുടെ വിശദീകരണ പ്രകാരം ഇങ്ങനെ 6 മൈൻഡുകളുണ്ട്. ആ 6 മൈൻഡിൽ ഏറ്റവും താഴെ കിടക്കുന്നതാണ് മാഡ് മൈൻഡ്. ആ മാഡ് മൈൻഡ് എന്ന് പറഞ്ഞ ഭ്രാന്ത മനസ്സ് എന്നതാണ്. മിക്ക ആളുകൾക്കും ഭ്രാന്തമായ അവസ്ഥകൾ ഉണ്ടാവും. അത് കൂടിയ ആൾക്കാരുണ്ടാവും. ഏതൊരാൾക്കും ഒരു 5 മിനിറ്റ് ഉണ്ടാകുന്ന പഴയ കാരണന്മാർ പറയാറുണ്ട്. ഇതേപോലെ ചിലപ്പോൾ ശാന്തമായ ആളുകളും പ്രൊവോക്കഡ് ആകുമ്പോൾ, ചൂടാകുന്ന സമയത്ത് അവൻ മാഡ് മൈൻഡിലേക്ക് അധപ്പതിക്കുന്നു എന്നതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഹയർ മൈൻഡും, പിന്നെ ഇല്യൂമിൻഡും, പിന്നെ ഇൻറ്റ്യൂഷനും, പിന്നെ ഓവർ മൈൻഡും, പിന്നെ സൂപ്പർ മൈൻഡും. ലോകത്തിലെ ഏറ്റവും വലിയ വിഷയമാണ് ഹൗ ടു ബിക്കം എ സൂപ്പർമാൻ, എങ്ങനെ ഒരു സൂപ്പർമാൻ ആകാമെന്ന്. ഈ സൂപ്പർമാൻ ആകുന്നതിന് പകരം അതിൻ്റെ താഴേക്ക് ചാടി അവസാനം എക്സെൻട്രിസം ബാധിച്ച് വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറയുകയും വായിലൂടെ കഴിക്കേണ്ടുന്ന ആഹാരങ്ങൾ പലയിടത്തും കൊണ്ടുപോയി നിക്ഷേപിക്കുകയും ചെയ്യുന്നവരെ എക്സെൻട്രിക് എന്നാണ് സൈക്കോളജി വിളിക്കാറുള്ളത്. ഇന്ന വ്യക്തികളെന്ന് ഞാൻ പറയുന്നില്ല. ആ എക്സെൻട്രിസമുള്ള ആളുകളെ ഫോളോ ചെയ്യാൻ വരെ ഇന്ന് ഒരുപാട് 5ലും 6ലും പഠിക്കുന്ന കുട്ടികൾ വരെയുള്ള ഒരു കാലത്ത് നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ കുട്ടികളൊക്കെ ആരൊക്കെയോ ഇമിറ്റേറ്റ് ചെയ്യുകയാണ്, ആരൊക്കെയോ അനുകരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഞാൻ പലപ്പോഴും ചിലൊരു എക്സാമ്പിൾ കാണിക്കുന്നത് പോലെ, ഇവിടെ ഇരിക്കുന്നവരൊക്കെ ഒന്നിങ്ങനെ കയ്യാക്കിയാട്ടെ, ഒന്നിങ്ങനെ കയ്യാക്കി, പെട്ടെന്നാക്കും, ഒന്ന് സ്ട്രോങ്ങിലാക്കിക്കോ, പെട്ടെന്ന് താടി കൈവച്ചാട്ടെ. ഇതാണോ താടി? അതാ പറഞ്ഞത്. എല്ലാവരും കൊണ്ടുപോയിട്ട് ഇവിടെ വെച്ചത്. മിക്ക ആൾക്കാർ 85-90% അങ്ങനെ കാണുന്നുണ്ടല്ലോ, ഇവിടെ കൊണ്ടുപോയിട്ട് വെച്ചത്. ചേലേമ്പ്ര വരുമ്പോൾ ഇതാണോ താടി? അല്ല, താടിയിൽ വെക്കാനാണ് ഞാൻ പറഞ്ഞത്. താടി എന്ന് പറഞ്ഞാൽ എന്നെപ്പോലെ താടി നിങ്ങളിൽ പല ആൾക്കാർക്കും ഇല്ലെങ്കിലും ചേലേമ്പ്ര വരുമ്പോൾ അതല്ലല്ലോ താടി. എന്തുകൊണ്ടിത് താടിയായി? ഞാൻ അവിടെ വെച്ചതാ നിങ്ങൾ കണ്ടത്. ഞാൻ എന്ത് പറയുന്നു എന്ന് നിങ്ങൾ കേട്ടില്ല. അപ്പോൾ ആളുകൾ ഉപദേശിച്ചിട്ട് കാര്യമില്ല, എന്ത് കാണുന്നു അത് ചെയ്യാന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ ഇവിടെയും സംഭവിച്ചത്. നിങ്ങൾ കണ്ടത് ഞാൻ താടി വെക്കാൻ പറഞ്ഞിട്ട് നെറ്റിയിൽ കൈവച്ച ഒരാളെയാണ്. അപ്പം താടിയാണെന്ന് ആലോചിക്കുക പോലും ചെയ്യാതെ നെറ്റിയിൽ വെക്കുക എന്നുള്ളതാണ്. ഇതാണ് എല്ലാ തൊപ്പിയിലും കുപ്പിയിലും സംഭവിക്കുന്നത്. ആലോചിക്കാതെ കാര്യങ്ങൾ ചെയ്യുക എന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ആലോചിക്കുന്നവർക്കുള്ളതാണ് ജീവിതം. ഓരോ ഘട്ടത്തിലെയും ജീവിതം ആലോചിക്കുന്നവർക്കുള്ളതാണ്. ആ ആലോചനയിലൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടത്. ആ ആലോചനയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം മയക്കുമരുന്നിൻ്റെ ഉപയോഗങ്ങൾ വിദ്യാർത്ഥികളിൽ കൂടി വരുന്നതായി നമ്മുടെ കുടുംബിനികളെങ്കിലും മനസ്സിലാക്കണം. അവരറിയാതെ ആ ട്രാപ്പിൽ പെട്ടുപോകുന്നു എന്നതാണ്. അത് പണ്ടൊക്കെ ബാംഗ്ലൂരിലും പൂനെയിലും അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞ സിറ്റിയിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ, ഇന്ന് നമ്മുടെ കോഴിക്കോടിൻ്റെ, ഒരുപക്ഷെ നിങ്ങൾ നിൽക്കുന്ന പ്രദേശത്ത് പോലും, മലപ്പുറത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ പോലും ഇന്നത് അവൈലബിൾ ആണ് എന്നതാണ്. ഈസിലി അവൈലബിൾ ആണ്. കുട്ടികൾക്ക് നെറ്റിലൊരു മെസ്സേജ് കൊടുത്താൽ വീടിൻ്റെ ഓരത്ത് കൊണ്ടുവന്ന് കൊടുക്കാൻ ആളുകളുണ്ട്. എല്ലാം നടക്കുന്നത് ഇതിലൂടെയാണ്. കുട്ടികൾ റിസർച്ച് ചെയ്തിട്ട് ഇന്നടുത്തത് കിട്ടുമെന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ റൂട്ട് മാപ്പ് അയച്ചു കൊടുക്കുകയാണ്. ആ റൂട്ട് മാപ്പിൽ കൊണ്ടുവന്നിട്ട്, ഞാൻ കുട്ടികളിൽ നിന്ന് മനസ്സിലാക്കിയതാണ്, കുട്ടികളെ കൗൺസിൽ ചെയ്യുമ്പോൾ മനസ്സിലാക്കിയതാണ്. കുട്ടികൾ നേരെ കയറും, ഇതെവിടാ കിട്ടുക എന്ന് ചോദിക്കും. ഇത് കിട്ടുന്നത് ഇന്നടുത്തെന്ന് പറയും. ഇതിവിടെ എത്തുമെന്ന് ചോദിക്കും. ഇതൊക്കെ മൊബൈലിലൂടെയുള്ള കളിയാണ്. അങ്ങനെ കുട്ടികൾ എന്ത് ചെയ്യാണ്? എന്നാൽ ശരി, എനിക്ക് ഇത്ര വേണമെന്ന് പറയാം. ഇത്ര വേണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ അവൻ്റെ വീടിൻ്റെ പരിസരത്തെ സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ച് ആ പാക്കറ്റ് ഇരിക്കുന്ന സാധനം എന്ത് ചെയ്യാണ്? കൊണ്ടുവന്ന ആളെന്നെ ഒരു ഫോട്ടോ എടുത്ത് അത് റൂട്ട് മാപ്പിലേക്ക് അയച്ചു കൊടുക്കുകയാണ്. പിന്നെ ഈ കുട്ടി മൊബൈലും പിടിച്ചിട്ട് ഇങ്ങനെ നടന്ന് നമ്മുടെ നാട്ടിലെ മദ്രസൻ്റെ ഏതെങ്കിലും അല്ലെങ്കിൽ സ്കൂളിൻ്റെ ഏതെങ്കിലും ചുമരിൻ്റെ ഭാഗത്ത് ഈ സാധനം ഇരിക്കുന്നത് അവൻ കാണുകയാണ്. അതിങ്ങനെ എടുത്തതാകുമ്പോഴേക്കും ഒരു ബൈക്കാരൻ വരികയാണ്, അവനെടുത്ത് പൈസ വാങ്ങിയിട്ട് പോവാണ്.
അല്ലെങ്കിൽ ആദ്യമേ ഇവൻ എന്താക്കണം? ഗൂഗിൾ പേ ചെയ്തു കൊടുക്കണം. ഗൂഗിൾ പേ ചെയ്ത് കൊടുത്താൽ ഇവൻ എന്താക്കും? നിങ്ങൾ വിചാരിച്ചത് എന്താ? നമ്മളെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ അത് എവിടെയെങ്കിലും പോയിട്ട് കിട്ടുന്ന സാധനമാണെന്നാണോ? മൊബൈലിലൂടെ മെസ്സേജ് അയക്കുന്ന കുട്ടികൾ, എത്രയോ കുട്ടികൾ എന്നോട് പറഞ്ഞതാണ്. ആ മെസ്സേജ് അയക്കുന്ന ആള് ഇന്ന സ്ഥലത്തെത്തുന്നു, എന്നിട്ട് ഇവൻ ഗൂഗിൾ പേ ചെയ്തു കൊടുക്കുന്നു. ഗൂഗിൾ പേ ചെയ്യാനില്ല എങ്കിൽ വെപ്രാളപ്പെട്ട് വാപ്പയുടെ പോക്കറ്റിൽ നിന്നെങ്കിലും പൈസ മോഷ്ടിക്കുന്നു. ഇല്ലെങ്കിൽ ഉമ്മയുടെ അരികിൽ നിന്ന് എന്തെങ്കിലും സാധനം വാങ്ങാൻ ATM കാർഡ് കൊണ്ടുപോയിട്ട് ഉമ്മ അറിയാതെ ബാലൻസ് ചെക്ക് ചെയ്യുന്ന പരിപാടിയൊന്നും നമുക്ക് വല്ലാണ്ടല്ലോ, അതിൽ നിന്ന് അതിലേക്ക് പൈസ ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട്